എന്തിനാ മോളെ നീ കരയുന്നേ? വിഷമിക്കണ്ട. താമസിയാതെ അച്ഛൻ നിങ്ങളെ രണ്ടുപേരെയും ഈ വീട്ടിലേക്ക് വിളിക്കും. ഔട്ട് ഹൗസിൽ താമസിക്കുന്നത് ചെറിയൊരു ശിക്ഷയായിട്ട് കരുതിയാൽ മതി. എനിക്കൊന്നും വേണമെന്നില്ല ഏട്ടത്തി. ഏട്ടത്തിയുടെ അസുഖം ഭേദമായി കണ്ടാൽ മതി. നിനക്ക് ഈ ജ്യൂസ് വേണോ? കുറച്ച് കുടിച്ചോ. കുടിക്കേ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഇത് നല്ല കഥയായി. ജ്യൂസ് കൊണ്ടുവന്നത് ആർക്കാ? അതിപ്പോ കുടിച്ചതാരാ? പൊന്നാങ്ങളയ്ക്ക് പെങ്ങളോടുള്ള സ്നേഹം കൊള്ളാം. ഒന്ന് പോ ഏട്ടത്തി. ഇനി തനിക്കുള്ള ജ്യൂസ് ഞാൻ എടുത്തോണ്ട് വരാം. ഓ ആയിക്കോട്ടെ. മോളെ, അച്ഛാ, എന്നോട് ക്ഷമിക്കച്ച. എന്റെ പൊന്നു മോളെ, നിന്നെ കരുതി അച്ഛൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? ഇപ്പോഴാ എനിക്ക് എന്റെ പഴയ സ്നേഹമോളെ തിരിച്ചു കിട്ടിയത്. അച്ഛാ, അച്ഛനെടുത്തി എന്നെ നോക്കാൻ വന്നിട്ട് ആ പാവത്തിനെ ഗതി വന്ന്. അവൾക്കൊരു കുഴപ്പവും പറ്റില്ല. ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോള് പോയി വിശ്രമിക്കും. അസുഖം മാറി ഇന്ന് കുളിച്ചതല്ലേ ഉള്ളൂ. അർച്ചനയുടെ അസുഖം മാറുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ അവളെ നോക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട്. മോള് പോയി വിശ്രമിക്കും. അച്ഛൻ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. സച്ചിന് പേടിയില്ലേ? ഓ, എനിക്ക് മുമ്പ് ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ടുള്ളേ. അതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടേ എനിക്ക് പേടിയൊന്നുമില്ല. ഒരാൾക്കേ 2 തവണ ചിക്കൻ പോക്സ് വരില്ല. ആ ദേ, വേണമെങ്കിൽ ഞാൻ തൻ്റെ കൂടെ ഈ കട്ടിൽ കിടന്ന് കാണിക്കാം. കിടക്കണോ? അയ്യോ വേണ്ടായേ. ആ എങ്കിലേ താ വാ, എണീച്ചൊന്ന് കിടക്ക്. പതുക്കെ. ഞാൻ കാരണം സച്ചേട്ടന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ. ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊക്കെ തൻ്റെ കണക്കിൽ തടമായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. വീട്ടുമ്പോ പലിശ സഹിതം വീട്ടിയാൽ മതി. അപ്പോ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ വേണ്ടേ? ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും ഒരു കാര്യമില്ല. എന്റെ ജീവിതം തന്നെ സച്ചേട്ടനോട് കടപ്പെട്ടതല്ലേ. ഇല്ലെങ്കിൽ ഞാൻ സച്ചേട്ടന്റെ ഭാര്യയായിട്ട് ഇവിടെ വരില്ലായിരുന്നല്ലോ. ഫ്ലാഷ് ബാക്ക് ഓർക്കാൻ പോകണം താൻ. അത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അതൊക്കെ എന്നേ മറന്നു. ദൈവം ചിലപ്പോ ഇങ്ങനെയാ സച്ചേട്ടാ, നമ്മുടെ ലൈഫില് ഇപ്പൊ സംഭവിക്കുമെന്ന് കരുതി പല സംഗതികളും കൊണ്ടുവരും. പല ട്വിസ്റ്റുകളും അതിലുണ്ടാവും. പക്ഷേ നടക്കുന്നത് മറ്റൊന്നായിരിക്കും. അതുപോലെ തന്നെയല്ലേ സച്ചേട്ടനെ എനിക്ക് കിട്ടിയത്. എന്നെ തനിക്ക് മാത്രമല്ലല്ലോ, തന്നെ എനിക്കും കിട്ടിയില്ലേ.
സച്ചേട്ടൻ എന്തേ കാണിക്കുന്ന? പുറത്ത് ഹാളിൽ സോഫയിൽ പോയി കിടന്നതേ. തന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് ഞാനവിടെ പോയി ഒറ്റയ്ക്ക് കിടക്കാനോ? അത് വേണ്ട, ഞാനേ ഇവിടെ തന്നെ കിടന്നോളാം. അത് വേണ്ട സച്ചേട്ടാ. സച്ചേട്ടൻ തറയിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വന്ന് കിടക്കാം. ദേ, മിണ്ടാതെ അവിടെങ്ങാനും കിടന്നു. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? കിടന്നുറങ്ങിക്കൂടെ? ഹലോ, അതിന് ഉറക്കം വരണ്ടേ? എന്നാ നോക്കിക്കൊണ്ട് കിടന്നു. നീലശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വപ്നവനികയിൽ വസന്തവുമായി തിരയും ഇതാ എൻ ഹൃദയമേതു നിമിഷവും എന്നിരവുകൾ വിലോലമായി നിനക്കായി ശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വപ്നവനികയിൽ വസന്തവുമായി തിരയും ഇതാ. പുലരികളുടെ കതിരിൻ ഒളി തഴുകിയ മൗനത്തിൻ ചിറകടീനി നീ കേൾക്കാമോ? ഒരു മറുമൊഴിതളിൽ നിറമെഴുതിയ സ്നേഹത്തിൻ ഹിമകണികകൾ നീ ഏകാമോ? വേനലകലുവാൻ മഴയുടെ വിരൽ തലോടുവാൻ കൊതിയാർന്ന മനവുമായി എന്നൊഴുകിടുന്നു ഞാനിതിലേ. ഏതു നിമിഷവും എന്നിരവുകൾ വിലോലമായി നിനക്കായി ഒരുകിടുമെൻ സ്വരമിനിമേ നീ അറിയുമോ? നീലശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വപ്നവനികയിൽ വസന്തവുമായി തിരയും ഇതാ.
അല്ല, ഇനി എന്തു ചെയ്യണം? ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടപ്പോ അവൻ എന്നെ ചതിച്ചു. നെല്ലിശ്ശേരിയിലെ നല്ല മരുമകനാകാനുള്ള ശ്രമത്തിലവനിപ്പോ. എന്നെ മറികടന്ന് അവൻ നെല്ലിശ്ശേരിക്കകത്ത് കയറിയ മകളോടുള്ള അതേ സ്നേഹം സേതുമാധവൻ അവനോടും തോന്നിയ അതിനേക്കാൾ അപകടകരമായി മറ്റൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ആദ്യം മുതലേ എനിക്കറിയാം. ധനുഷ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒപ്പം നിന്നവർ ചതിക്കുന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. എന്തു വേണമെന്ന് അവന്തിക പറഞ്ഞാൽ മതി. ഞാനത് ചെയ്തിരിക്കും. എൻ്റെ എല്ലാ രഹസ്യങ്ങളും അവനറിയാം. അവൻ വിചാരിച്ചാൽ എന്നെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയും. അതിനുള്ള അവസരം കൊടുക്കരുത്. ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്ക് തോൽക്കാൻ പറ്റില്ല മൂർത്തി. വന്ന വഴിയിൽ നിന്ന് പിന്നോട്ട് നടക്കാനും പറ്റില്ല. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവളാ ഞാൻ. അതിൽ നിന്ന് ഒരു ഇഞ്ചു മാറി നടക്കാനോ പാതി വഴിയിൽ ആ ലക്ഷ്യം ഉപേക്ഷിക്കാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല. എന്റെ ലക്ഷ്യം നിറവേറ്റിയേ പറ്റൂ. അതിന് മറ്റൊന്നും തടസ്സാ. മൂർത്തി, തീർക്കണവനെ. അത് ഞാൻ ഏറ്റു. നീ കരുതുന്നത് പോലെ അത്ര ഈസി അല്ല. എന്നെ അവന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കവും പ്രതീക്ഷിക്കും. ഒപ്പം നിന്ന് ചതിച്ചവനെ തീർക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ദയയുടെ ഒരു കണിക പോലും കാണിക്കരുത്. അവനോട് കാണിച്ചതുപോലെ ദയയും സ്നേഹവും ഞാൻ ആരോടും കാണിച്ചിട്ടില്ല. സ്നേഹം അവൻ കല്യാണം കഴിച്ചതുപോലും ഞങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നാ അവൻ എന്നെ വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ അതല്ല. വേറൊരു പെണ്ണിന്റെ സ്നേഹം കിട്ടിയപ്പോ, ഗന്ധം അറിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു. ഇപ്പം അവൻ എൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയുന്നു. നെല്ലിശ്ശേരിയിൽ എന്നേക്കാളും വലിയൊരു സ്ഥാനം അവന് കിട്ടിയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനേക്കാൾ നല്ലത് അവൻ ഇല്ലാതാവുന്നതാ. ഞാൻ അവനെ തീർത്തു തരാം. അതിനുള്ള പദ്ധതികൾ നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം. അവന്റെ ജീവന്റെ അവസാനത്തെ ശ്വാസം അവന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവനോട് പറയണം, ഞാൻ പറഞ്ഞിട്ട് അവനെ കൊല്ലുന്നതെന്ന്. സൃഷ്ടിക്കാൻ മാത്രമല്ല, സംഹരിക്കാനും എനിക്കറിയാവുന്ന മരിക്കുന്നതിന് മുമ്പ് അവൻ അറിയണം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ തീരുമാനത്തോട് യോജിക്കാനും യോജിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ എത്ര വിയോജിപ്പുണ്ടായാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാവില്ല. എന്ത് തീരുമാനത്തെക്കുറിച്ചാണ് അച്ഛൻ ഈ പറഞ്ഞു വരുന്നത്? അച്ഛൻ്റെ തീരുമാനത്തിൽ ഇന്ന് വരെ ഞങ്ങൾ മക്കളാരും എതിരെ നിന്നിട്ടില്ലല്ലോ. അതുപോലെയല്ല ഇത്. എൻ്റെ ഈ തീരുമാനം കൊണ്ട് ഈ കുടുംബത്തിൽ ആർക്കും മുറിവ് ഏൽക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് ആലോചിക്കുന്നത്. അതിന് അച്ഛൻ ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ. സ്നേഹയും ധനുഷിനെയും
നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്താ ആരും ഒന്നും പറയാത്ത? എനിക്കിതിന് സമ്മതമല്ല. ഔട്ട് ഹൗസിൽ അവരെ താമസിപ്പിക്കാൻ അനുവദിച്ചു തന്നെ അച്ഛൻ പറഞ്ഞിട്ടാ. എന്നിട്ട് അവരെ അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കില്ല. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഏട്ടന് ഇതിന് സമ്മതമാണോ? സച്ചേട്ടൻ സമ്മതിക്കും. സച്ചേട്ടൻ സമ്മതിക്കും. സ്നേഹ നിങ്ങളുടെ അനിയത്തിയാണ്. അവളും ധനുഷും ഇപ്പൊ താമസിക്കുന്നത് ആ ഔട്ട് ഹൗസിലും. ഇനിയും അവരെ അവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സച്ചേട്ടാ, സച്ചേട്ടന് സ്വന്തമായി എന്ത് അഭിപ്രായം എടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സച്ചേട്ടൻ അച്ഛന്റെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ പാടില്ല. അവരുടെ തിരിച്ചുവരവ് ഈ വീടിനെ വെട്ടിമുറിച്ചുകൊണ്ടാവരുത്. അതിന്റെ പേരിൽ ഇനി ഇവിടെ വഴക്കുകൾ ഉണ്ടാവാൻ പാടില്ല. പരസ്പരം യുദ്ധം ചെയ്യാൻ ഇവിടെയുള്ളവരാരും ശത്രുക്കളല്ല. ഇത് നമ്മുടെ കുടുംബമാണ്. കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കരുതി അവരെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. സംരക്ഷിച്ച് കൂടെ നിർത്തി ഒരു ജീവിതമുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. തെറ്റ് ചെയ്ത സഹോദരിയെ സഹോദരന്മാർക്ക് ശിക്ഷിക്കാം. പക്ഷേ അവർ നല്ല വഴിക്കാണ് നടക്കുന്നതെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അവർ ചെയ്ത തെറ്റ് ക്ഷമിച്ചിട്ടൊന്നുമല്ല. പക്ഷേ അച്ഛനെടുക്കുന്ന ഈ തീരുമാനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നന്ദേട്ടൻ ഇതിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നന്ദേട്ടന്റെ പക്ഷത്താ ഞാനും. ഇത്രയും നാള് ജോലിക്കാർ താമസിക്കുന്ന ഔട്ട് ഹൗസിൽ ഞാൻ അവരെ താമസിപ്പിച്ചു. ഓരോ ദിവസവും അവരവിടെ താമസിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ സങ്കടം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞില്ല. ഒരാളെയും അറിയിച്ചിട്ടില്ല. എല്ലാം മനസ്സിലൊതുക്കി. അവൾക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഒരു അഗതിയെ പോലെ എൻ്റെ മോള് ആ ഔട്ട് ഹൗസിൽ വേദന അനുഭവിച്ച് കിടന്നു. അർച്ചനയാ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തത്. ഇനി ഒരിക്കൽ കൂടി എൻ്റെ മോൾ അങ്ങനൊരവസ്ഥയിൽ വരുന്നത് എനിക്ക് സഹിക്കില്ല. ഈ വീട് അവൾക്കും കൂടി അവകാശപ്പെട്ടതാ. അച്ഛന്റെ തീരുമാനം 100% ശരിയാ. കുടുംബത്തിലുള്ളവർ തമ്മിൽ എന്നും ശത്രുക്കളായിരിക്കേണ്ട ഒരു കാര്യമില്ല. പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയണം. കുടുംബത്തിലുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ധനുഷിനെ ഇവിടേക്ക് കയറ്റുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് ആലോചിക്കണം. അവനാള് ശരിയൊന്നുമല്ല. നാളെ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അവനായിട്ട് മാറും. ഇവർക്കെന്താ അവനോട് ഇത്ര വൈരാഗ്യം? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നെല്ലിശ്ശേരിക്കകത്തേക്ക് ധനുഷ് വരാനുള്ള ഏതൊരു നീക്കത്തെ മുളയിലെ നുള്ളിക്കളയണം. ഇല്ലെങ്കിൽ അവൻ നാളെ നെല്ലിശ്ശേരിയിലെ വലിയ ആളായിട്ട് മാറും. ഇനിയും അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചാൽ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം നമ്മളെ കുറ്റപ്പെടുത്തും. എല്ലാ മക്കളും അച്ഛൻ ഒരുപോലെയാ. തെറ്റ് ചെയ്തവരെയൊക്കെ പുറത്താക്കാനാണെങ്കിൽ നമ്മളെല്ലാം ഈ വീടിന് പുറത്തു പോകേണ്ടി വരില്ലേ? അവരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്ത് ഒരു കൈത്താങ്ങ് നൽകിയാൽ അവർ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിച്ചു പോകും. ഇഷ്ടമുള്ളൊരു ജീവിതം എൻ്റെ മോള് തിരഞ്ഞെടുത്തു എന്ന് കരുതി അവൾ എൻ്റെ മകള് തന്നെയാണ്. മകളുടെ ഭർത്താവ് എൻ്റെ മരുമകനാണ്. ഇന്നു മുതൽ അവനെ ഞാൻ എൻ്റെ മരുമകനായി അംഗീകരിക്കുന്നു.